ബാങ്ക് ബാലൻസ് ഭദ്രമാണ്, ലോക്കറിലെല്ലാം എല്ലാം സെക്യൂർഡാണ്, ആവശ്യങ്ങളെല്ലാം തീർന്നു, പിന്നെ ഒരു സംതിങ് കൊടുത്തേക്കാം. നന്മയിൽ അത് ഇല്ല. ആത്തൽ മാല അലാ ഹുബ്ബിഹി, ധനത്തിൻ്റെ ആവശ്യം തനിക്കുണ്ട്, പണം കിട്ടിയാൽ എൻ്റെ ഇന്ന ആവശ്യങ്ങൾ നടക്കാനുണ്ടെന്നറിയുമ്പോൾ ഹുബ്ബിഹി, നന്മയെ അല്ലാഹു തആല പരിചയപ്പെടുത്തിയത് ആത്തൽ മാല, ധനം കൊടുത്തു എന്നല്ല. ധനത്തോട് കൊതിയുള്ളപ്പോൾ ധനം കൊടുത്താലേ നന്മ വരുള്ളൂ. അതേ സ്വർഗീയതയുടെ അത്യുന്നതങ്ങളിലേക്ക് കയറിപ്പോയി പടച്ച റബ്ബുരാന്റെ അർശിന്റെ വലംഭാഗത്ത് ഇടം പിടിക്കാൻ വേണ്ടി അല്ലാഹു തആല തന്നിരിക്കുന്ന ജീവിതം എന്ന സുവർണാവസരത്തെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് മുമ്പിൽ തടസ്സം നിൽക്കുന്ന മലമ്പാതയാണത്. ആ മലമ്പാതയെ കീറി മുറിക്കേണ്ടത് ഫഖുറഖബ, അടിമയെ മോചിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബലദിനെ അതിൻ്റെ ആശയങ്ങളിലൂടെ നാം കടന്നു വരികയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബലദിൽ നമ്മെ അഭിസംബോധന ചെയ്തുകൊണ്ട് അറിയിക്കുന്ന കാര്യങ്ങളെ നമ്മൾ ഓരോരുത്തരും നാം ജീവിക്കുന്ന ഏത് സാഹചര്യത്തിലും മാനസികമായി ഉണരുകയും ഉത്ബുദ്ധരാവുകയും ചെയ്യേണ്ടുന്ന വലിയ കാര്യങ്ങളാണ്. പ്രയാസത്തിൻ്റെയും പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിലൂടെ കടന്നു പോകുന്ന വർത്തമാനകാലത്ത് വിശേഷിച്ചും പ്രയാസരഹിതമായ സുഗമമായ ജീവിതമാണ് ആരുടെയും മോഹം എന്നതൊരു സത്യമാണെങ്കിലും പ്രയാസരഹിതമായ ജീവിതം സ്വപ്നം കണ്ടുകൊണ്ട് ഈ ലോകത്താരും കഴിയാൻ ശ്രമിക്കേണ്ടതില്ല എന്നാണ് അല്ലാഹു പറഞ്ഞു വെച്ചത്. പരിശുദ്ധ മക്ക എന്ന് പറയുന്ന പ്രതിസന്ധികളുടെ കേന്ദ്രമായ എല്ലാ ഭൗതികമായ ഇല്ലായ്മകളുടെയും വല്ലായ്മകളുടെയും ഭൗതികമായ സമൃദ്ധികളുടെയും എല്ലാം അഭാവം കൊണ്ട് പ്രയാസപ്പെടുന്ന മക്ക എന്ന നാടിനെ പിടിച്ചാണയിട്ടും അവിടെ സംസ്ഥാപനാർത്ഥം അവതീർണനായ മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റെടുത്ത വളരെ സങ്കീർണമായ ജീവിത പ്രയാസങ്ങളുടെ മാതൃകകളെ മുന്നിൽ വെച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ അവതരിച്ചു എന്ന കാര്യത്തെ ഓർമ്മിപ്പിച്ചും അതുപോലെ തന്നെ മനുഷ്യനെ കഷ്ടപ്പാടുകളിലേക്ക് എപ്പോഴും ആനയിക്കുന്നത് ഒരു വ്യക്തിക്ക് അവൻ വ്യക്തി എന്ന നിലയിലുള്ള ജീവിതമല്ല അവന് കഷ്ടതകളും ക്ലിഷ്ടതകളും സമ്മാനിക്കുന്നത്, മറിച്ച് വാലിദിൻ വമാ വലത്, പിതാവും പുത്രനും ചേരുന്ന മാതാപിതാക്കളും മക്കളും ചേരുന്ന ഒരു കുടുംബനാഥനാകുമ്പോൾ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ മക്കൾക്ക് തൻ്റെ പിതാവിലൂടെ ഉണ്ടാകുന്ന പ്രയാസങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് അതാണ് പലപ്പോഴും മനുഷ്യനെ പ്രയാസത്തിലാക്കുന്നത്. അവിടെയും പ്രയാസങ്ങളെയാണ് ഏറ്റെടുക്കേണ്ടി വരുന്നത്, അഭിമുഖീകരിക്കേണ്ടി വരുന്നത്, തരണം ചെയ്യേണ്ടി വരുന്നത് എന്ന സൂചന നൽകിക്കൊണ്ട് ആ 3 പ്രതീകങ്ങളെയും മുമ്പിൽ വെച്ചുകൊണ്ട് അല്ലാഹു നമ്മോട് സംസാരിക്കുകയാണ്. ബുദ്ധിമുട്ടുകൾ മനുഷ്യ ജീവിതത്തിന് ഒരിക്കലും പുത്തിരിയായിരിക്കുകയില്ല. പ്രയാസങ്ങളുടെ മുള്ളണിപ്പാതയിലൂടെ മനുഷ്യ ജീവിതത്തെ നമുക്ക് വിജയകരമായ നിലയിൽ ലക്ഷ്യത്തിലേക്ക് കടത്തിക്കൊണ്ടു പോകേണ്ടതുണ്ട്. ഇന്ന ലില്ലാഹി ഇബാദൻ ഫുത്തന തല്ലഖുദ്ദുനിയാ വഖാഫുൽ ഫിതന ജഅലുഹാ ലുജ്ജതൻ വത്തഖദൂ സാലിഹൽ അഅമാലി ഫീഹാ സുഫുന. മഹാന്മാർ പാടിയിട്ടുണ്ട്, ഇന്ന ലില്ലാഹി ഇബാദൻ ഫുത്തന, അള്ളാഹുവിന് ചില ബുദ്ധിമാന്മാരായ നല്ലവരായ അടിമകൾ ദാസന്മാരുണ്ട്. തല്ലഖുദ്ദുനിയാ വഖാഫുൽ ഫിതന, ദുനിയാവിനോടവർ വിട പറയുകയാണ്. ദുനിയാവിനോട് പരമാവധി ചേർന്ന് നിൽക്കാനും അതിനെ ചേർത്ത് പിടിക്കാനുമല്ല അവരുടെ ഭ്രമം, ദുനിയാവിനോട് അകലം പാലിക്കാനാണ് അവരിഷ്ടപ്പെടുക. എത്രമാത്രം ദുനിയാവിൽ നിന്ന് അകലാമെന്ന മനസ്സ് നമുക്കുണ്ടാകുന്നോ അത്ര കണ്ട് ജീവിതം സുഗമമാവുകയാണ്, അനായാസകരമാവുകയാണ്. എത്രമാത്രം ദുനിയാവിനോട് അടുപ്പിക്കാനും ആർത്തിയോടെ അതിനെ ചേർത്ത് പിടിക്കാനും ശ്രമിക്കുന്നുവോ അതിനനുസരിച്ച് ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ ഏറുകയാണ്. അവർ ദുനിയാവിനെ വിട ചൊല്ലി. ഖാഫുൽ ഫിത്തനായി, ദുനിയാവിലുണ്ടാകുന്ന കുഴപ്പങ്ങളെ അവർ വല്ലാതെ ഭയപ്പെടുകയും ചെയ്തു. ദുനിയാവ് സ്വന്തമാക്കാനുള്ള വ്യഗ്രതയ്ക്കിടയിൽ ഉണ്ടാകുന്ന കുഴപ്പങ്ങളെ. ജഅലൂഹ,
ലുജ്ജത്തൻ വത്തഖദൂ സാലിഹൽ അഅ്മാലി ഫിഹാ സുഫുനാ ജഅലുഹാ ലുജ്ജത്തൻ. അവർ ഈ ദുനിയാവിനെ ഒരു സമുദ്രമായിട്ടാണ് കാണുന്നത്. സംസാര സാഗരം എന്ന് പറയാറുണ്ടല്ലോ, ഒരു സമുദ്രമായി അവർ കണ്ടു. വത്തഖദൂ സാലിഹൽ അഅ്മാലി ഫിഹാ സുഫുനാ, സൽക്കർമ്മങ്ങളെ സുഹൃതങ്ങളെ അതിലൂടെ സഞ്ചരിക്കേണ്ട കപ്പലായും അവർ കണക്കാക്കി. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ പ്രയാസങ്ങളുടെ ഈ ലോകത്തെ സൽക്കർമ്മങ്ങളുടെ അകമ്പടിയിൽ തേരിലേറിയാണ് നല്ലവരായ അള്ളാഹുവിൻ്റെ ദാസന്മാർ മറികടന്നത് എന്ന് പറയുന്ന ഈ ആശയത്തെ പരിശുദ്ധമായി സൂറ നമ്മുടെ മുമ്പിൽ ഊന്നിപ്പറയുന്നതാണ് നമ്മൾ കണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ ദീനിൽ ഇവിടെ അല്ലാഹു തആല പറഞ്ഞ് നമ്മളോട് പറഞ്ഞു, ഈ ലോകത്ത് മനുഷ്യൻ തൻ്റെ കഷ്ടപ്പാടുകളെക്കുറിച്ച് വേവലാതിപ്പെടുമ്പോൾ, അവൻ്റെ ഇല്ലായ്മകളെക്കുറിച്ചും വല്ലായ്മകളെക്കുറിച്ചും അവൻ ആവലാതി പറയുമ്പോൾ, ഞാൻ എന്തെല്ലാം ചെയ്തു എന്ന് അവൻ വീൺവാക്ക് പറയുമ്പോൾ, വീമ്പ് പറയുമ്പോൾ, യഖൂൽ അഹ്ലക്തു മാലൽ ലുബദ, അവൻ പറയുന്നു ഞാൻ ഒരുപാട് പണം വാരിക്കോരി ചെലവഴിച്ചവനാണെന്ന് അഹങ്കാരം പറയുന്നു എന്ന് പറഞ്ഞു അല്ലാഹു തആല. മനുഷ്യർ അങ്ങനെ ഒരു പ്രവണതയുണ്ട്. ഒരുപാട് പണം വാരിക്കോരി എറിയുന്നവർ, ആവശ്യത്തിലേറെ അനാവശ്യത്തിൽ പണം വാരി എറിയുന്നവർ. അങ്ങനെ പണം വാരി എറിഞ്ഞിട്ട് അത് തൻ്റെ എന്തോ വലിയ മഹത്വമായി, തൻ്റെ ഔന്നത്യത്തിൻ്റെ അടയാളമായി അവൻ പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഞാൻ ധനം വാരി എറിഞ്ഞല്ലോ എന്ന് പറഞ്ഞ ധൂർത്തന്മാരെ, അവരുടെ ധനവ്യയത്തെ അല്ലാഹു പരിഗണിക്കുന്നേയില്ല അവരുടെ നന്മയുടെ അടയാളമായി. കാരണം നന്മയുടെ അടയാളമാകണമെങ്കിൽ, ധനവ്യയം നന്മയുടെ അടയാളമാകണമെങ്കിൽ അതിൻ്റെ പ്രേരണ അല്ലാഹുവിലുള്ള വിശ്വാസമാകണം. ഈമാനുള്ള ദാനം, വിശ്വാസമുള്ള ധർമ്മങ്ങൾ, സുഹൃതങ്ങൾക്ക് മാത്രമേ അല്ലാഹുവിൻ്റെ അടുക്കൽ വിലയുള്ളൂ. അല്ലാത്ത ഏതു സുഹൃതങ്ങളും ഏതോ സ്വാർത്ഥ താല്പര്യങ്ങളാൽ പ്രേരിതമായി ചെയ്യുന്നതാവും. നാം കാണാറുണ്ടല്ലോ, റോഡ് പണിക്ക് വേണ്ടി ഇത്ര ലക്ഷം ചെലവാക്കിയ ഇന്നയാൾക്ക് നാടായ നാടുകളിൽ കവലകളിലൊക്കെ ബാനറുകൾ, ഫ്ലക്സുകൾ ഉയരുമ്പോൾ അവർ ചെയ്ത ഏതൊരു നന്മയും നാലാളറിയാനും അതിലൂടെ അവർ ലക്ഷ്യം വയ്ക്കുന്ന സ്ഥാനമാനങ്ങൾ ഉറപ്പിക്കാനുമാണെങ്കിൽ, അങ്ങനെയുള്ള ഒരു നന്മ പ്രവൃത്തിയെയും ഒരു ധനവ്യയത്തെയും അല്ലാഹു അശേഷം പരിഗണിക്കുന്നില്ല. ധാരാളമാണ്. അതാണ് യഖൂലു അഹ്ലക്തു മാലൽ ലുബദ, ഞാൻ ഒരുപാട് പണം ചെലവാക്കിയല്ലോ, കല്യാണത്തിന് എത്രയാ പണം ചെലവാക്കിയത് എന്ന് പറയുന്നവർ. എന്നല്ല, ഞാൻ എത്ര ഫൗണ്ടേഷനുകൾ നടപ്പാക്കി, എത്ര ഓൾഡ് ഏജ് ഹോമുകൾ ഞാൻ നടത്തുന്നു, എത്ര യതീം ഖാനകൾ ഞാൻ, ഓർഫനേജുകൾ ഞാൻ നടത്തുന്നു. ഇങ്ങനെയൊക്കെ പറയുന്നവരടക്കമുള്ളവർ, ഇതൊക്കെ പറയുന്ന വിളിച്ചു കൂകുന്നവർ, നടത്തിയിട്ട് മിണ്ടാതെ നടക്കാറില്ലല്ലോ, വിളിച്ചു കൂകുന്നവർ, ആ വിളിച്ചു കൂകലുകാരെ അല്ലാഹു ഒട്ടും പരിഗണിക്കുന്നില്ല. അവനുണ്ടാക്കിയത് ഓർഫനേജ് ആയാലും ഓൾഡ് ഏജ് ഹോം ആയാലും മറ്റെന്തെന്ത് ഫൗണ്ടേഷനുകളായാലും അതിനൊന്നും റബ്ബിൻ്റെ മുമ്പിൽ ഒരു വിലയുമില്ല. അഹ്ലക്തു മാലൽ ലുബദ അയഹ്സബു അല്ലം യറഹു അഹദ്. അല്ലാഹു ചോദിച്ചു, അവൻ ചെയ്തതൊന്നും ആരും കാണുന്നില്ലെന്ന് ഓർത്ത് വിലപിക്കുകയാണോ? അവൻ കാണേണ്ടവൻ കാണുന്നുണ്ടല്ലോ. എന്താണ് അതിൻ്റെ പിന്നിലുള്ള പ്രേരണയും പ്രചോദനവും എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. യഖൂലു അഹ്ലക്തു മാലൽ ലുബദ അയഹ്സബു അല്ലം യറഹു അഹദ്. അല്ലാഹു അതിനുശേഷം ചോദിച്ചത്, അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനം വശഫത്തൈൻ, നീ കൊടുത്തതിനെക്കുറിച്ച് എടുത്തു പറയുമ്പോൾ നിനക്ക് കിട്ടിയതിനെക്കുറിച്ച് നീ ഓർക്കാറുണ്ടോ എന്നാണ്. നിനക്ക് 2 കണ്ണുകളുണ്ടായിരുന്നത് കൊണ്ടല്ലേ, ഒരു നാവുണ്ടായിരുന്നത് കൊണ്ടല്ലേ, അതുപോലെ തന്നെ 2 ചുണ്ടുകൾ, ഇതൊക്കെയല്ലേ യഥാർത്ഥത്തിൽ നിന്നെ ഈ വലിയ മികവിലേക്ക് ഉയർത്തിയത്? ഇതെൻ്റെ ദാനമല്ലേ? എടുത്തു പറയാനാണെങ്കിൽ എനിക്ക് എത്ര പറയാനുണ്ട്? അല്ലാഹു ചോദിക്കുക, അലം നജ്അൽ ലഹു ഐനൈൻ, 2 കണ്ണുകൾ. 2 കണ്ണുകളുടെ അനുഗ്രഹത്തെക്കുറിച്ചൊക്കെ യഥാർത്ഥത്തിൽ നാം ചിന്തിക്കാറുണ്ടോ? സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ അല്ലാഹു തആല നൽകിയ കണ്ണുകൾ ഒരു ചെറിയ കണ്ണാണ്. പക്ഷെ ആ ഒരു ചെറിയ കണ്ണിന് വേണ്ടി ഇന്ന് ഐ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ തന്നെ ലോകത്ത് എത്രയാണ്? എത്ര വർഷത്തെ പഠനം കൊണ്ടാണ്
ഒരു കണ്ണിൻ്റെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറായി ഒരാൾ മാറുന്നത് ഒരു ചെറിയ കണ്ണാണ്. അള്ളാഹു തന്ന അനുഗ്രഹത്തെ വിലമതിക്കാൻ നമുക്കാകുന്നുണ്ടോ? അലം നജ്അൽ ലഹു ഐനൈൻ, ഒരു ചെറിയ കണ്ണ്, അതിൽ നിന്ന് പ്രസരിക്കുന്ന അത്ഭുതകരമായ വെളിച്ചം, ആ കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അതിൻ്റെ സംരക്ഷണ കവചങ്ങൾ, സംവിധാനങ്ങൾ, ഇതൊക്കെ ആരാണ് സംവിധാനിച്ചത്? കണ്ണിൻ്റെ റെറ്റിനയിൽ ഒരു ചിത്രം, ഒരു ഒബ്സ്റ്റക്കിൾ, അത് പതിയുന്നത് തലകുത്തിയാ പതിയുക. വളരെ കൃത്യമായ നിലയിൽ അതിൻ്റെ നേർരൂപത്തിൽ നമ്മൾ കാണുകയാണ്. എന്തെന്ത് അതിശയങ്ങളാണ് ഒരു കണ്ണിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നതെന്ന് ആരെങ്കിലും ഓർക്കാറുണ്ടോ? പ്രിയപ്പെട്ടവരെ, അതോടൊപ്പം തന്നെ ആ കണ്ണിൻ്റെ സംരക്ഷണത്തിന് പുരികരോമങ്ങൾ, അതിൽ പൊടികൾ പാറാതിരിക്കാൻ, പാറിയാലോ അത് കഴുകി ഇറക്കാൻ വേണ്ടി വീണ്ടും നേർത്ത ദ്രവങ്ങൾ, എന്തെല്ലാം സംവിധാനങ്ങൾ. ഇതൊക്കെ ഏതെങ്കിലും ഉൽപ്പാദിപ്പിക്കാൻ ഒരു കമ്പനി നിർമ്മിക്കണമെങ്കിൽ എന്താകും അതിൻ്റെ ഭാരം, എന്തായിരിക്കും അതിൻ്റെ ചെലവ്, എന്തായിരിക്കണം അതിൻ്റെ ടെക്നോളജി? ആർക്കും സാധ്യമാകാത്ത ഈ കണ്ണുകളെ നാം അവന് നൽകിയതല്ലേ? ഈ ഔദാര്യം ഉപയോഗിച്ചല്ലേ അവൻ എന്തെങ്കിലും ചെയ്തെങ്കിൽ ചെയ്തുള്ളൂ. പക്ഷേ അത് ചെയ്തപ്പോഴും ഇതിൻ്റെയൊക്കെ വലിയ ദാതാവായ അള്ളാഹുവിൻ്റെ പ്രീതി അവൻ പ്രതീക്ഷിച്ചിട്ടേയില്ല. ഇവിടെ വാരിക്കോരി ചൊരിയുന്നവർ ഒരുപാടുണ്ട് ലോകത്ത്, ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷേ വാരിക്കോരി ചൊരിയുന്നവരൊക്കെ ഉദാരരാണവർ, നന്മയുള്ളവരാണെന്ന് ആരും കരുതണ്ട. നന്മയുടെ പേരിലുള്ള അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങൾക്ക് അവരൊട്ടർഹരാണെന്നും അവർ കരുതണ്ട. അവർ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് അർഹരാകണമെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശശുദ്ധി നന്നായിരിക്കണം, അള്ളാഹുവിന് വേണ്ടി ആകണം. അബൂജഹൽ വലിയ ഉദാരനായിരുന്നു. പക്ഷേ ഉദാരത ആളുകൾക്ക് ആളെ കാണിക്കാൻ വേണ്ടി, ലോകാംഗീകാരത്തിന് വേണ്ടിയാണ്. ഒരിക്കൽ ചോദിച്ചു അബൂജഹലിനോട്, അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല അബുൽ ഹക്കം, എന്താണ് ഈ മുഹമ്മദിനോട് നിങ്ങൾക്ക് ഇത്ര വിരോധം? മുഹമ്മദ് നല്ല കാര്യങ്ങളല്ലേ പറയുന്നുള്ളൂ, പിന്നെന്താ മുഹമ്മദിനോട് ഇത്ര വിരോധം എന്ന് ചോദിച്ചപ്പോൾ അബൂജഹൽ പറഞ്ഞൊരു വർത്തമാനം ചരിത്രത്തിൽ രേഖപ്പെട്ടിട്ടുണ്ട്. അബൂജഹൽ പറഞ്ഞു, ബനു ഹാഷിമും ഞങ്ങളും തമ്മിൽ ജീവിതത്തിൽ എപ്പോഴും ഒരു മത്സരയോട്ടത്തിലാണ്. ബനു ഹാഷിം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗോത്രം. എന്നിട്ട് അയാൾ പറഞ്ഞു, അവർ ഭക്ഷണം കൊടുത്തു ജനങ്ങൾക്ക്, ഞങ്ങളും ഭക്ഷണം കൊടുത്തു. അവർ ദാനം ചെയ്തു, ഞങ്ങളും ദാനം ചെയ്തു. എത്രത്തോളം എന്നാൽ ഞങ്ങളും അവരും മരുഭൂമിയിലൂടെ ഒരു യാത്ര ചെയ്താൽ അതുപോലും ഒരു ഓട്ടപ്പന്തയമായിരിക്കും. ഗോത്രങ്ങൾ തമ്മിൽ കൂടുതൽ മികവുറ്റവരാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള മത്സരമായിരുന്നു ഞങ്ങളുടെ ജീവിതം, ബനു ഹാഷിമും ഞങ്ങളും തമ്മിൽ. പക്ഷെ ഇപ്പോഴിതാ അവരിൽ ഒരാൾ വന്നിട്ട് പറയുന്നു ഞങ്ങളിൽ പ്രവാചകനുണ്ടെന്ന്. എപ്പോഴാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരാൾ വന്ന് കിട്ടുക? എപ്പോഴാണ് ഒരു പ്രവാചകൻ ഞങ്ങൾക്ക് വന്ന് കിട്ടുക? ഇപ്പോൾ വന്ന് പറയുന്നു. എങ്ങനെ ഞങ്ങൾക്ക് അവരോട് കിടപിടിക്കാൻ പറ്റും? അതുകൊണ്ട് ദൈവത്താണ്, അയാളെ ഞാൻ അംഗീകരിക്കുന്ന പ്രശ്നമില്ല. അപ്പോൾ നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബമായ ബനു ഹാഷിം ചെയ്ത ഔദാര്യങ്ങളെല്ലാം അബൂജഹലിൻ്റെ കുടുംബവും ചെയ്തു എന്നാ പറയണേ, ചെയ്തില്ലെന്നല്ല. പക്ഷേ ആ ചെയ്തതെല്ലാം എന്തിനായിരുന്നു? സമൂഹത്തിലെ മേൽക്കൈ നേടിയെടുക്കാനായിരുന്നു. അങ്ങനെ നന്മ ചെയ്യാത്ത ആളുകൾ പൊതുവെ കുറവാണ്. അതും ചെയ്യാത്ത ആളുകൾ, ലോകാംഗീകാരത്തിന് വേണ്ടി നന്മ ചെയ്യുന്നവർ, അങ്ങനെ ഒരു വർഗമുണ്ട്. വേറെ ചില ആളുകളുണ്ട് ലോകാംഗീകാരത്തിന് വേണ്ടിയും 10 പൈസ ചിലവാക്കാത്തവർ. മനുഷ്യൻ്റെ മനസ്സിൻ്റെ അധമത്വത്തിൻ്റെ വിവിധങ്ങളായ തലങ്ങൾ, എവിടെവിടേക്കാണ് മനുഷ്യൻ ഉയരേണ്ടതെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന തലങ്ങൾ. ചിലരുണ്ട് ആളെ കാണുമെങ്കിലെങ്കിലും വല്ലതും കൊടുക്കും. വേറെ ചില ആളുകൾ ആട് കാണാനാണെങ്കിലും കൊടുക്കില്ല, ആരെയും പരിഗണിക്കുന്നില്ല, ആര് പറഞ്ഞാലും ശരി ഞാനൊന്നും കൊടുക്കില്ല. അത് വളരെ താണാധമത്വമാണ്. അബൂലഹബ് അങ്ങനെയാ. അബൂലഹബ് ആളെ കാണിക്കാനും കൊടുക്കില്ല. അബൂജഹൽ ആളെ കാണിക്കാൻ കൊടുക്കുമായിരുന്നു. മുഹമ്മദ് മുസ്തഫ ലോകത്തെ പഠിപ്പിച്ചു, നന്മയെന്ന് പറയുന്നത് ആളെ കാണിക്കാൻ കൊടുക്കുന്നതിലല്ല, ആരും കാണാത്തപ്പോഴും കൊടുക്കുന്നവനാ. അതുകൊണ്ടാണ് സൂറത്തുൽ മാഊനിൽ പറഞ്ഞത്, റഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ദീനിനെ കളവാക്കിയവരെ കണ്ടോ നബിയെ? ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം, അനാഥയെ അവഗണിക്കുന്നവരാണവർ. അനാഥയെ പരിഗണിക്കൊന്നുമില്ല, ചെലവാക്കും. ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ, അഗതിക്ക് അന്നം കൊടുക്കൂല.
ഫവൈലുൽ മുസല്ലീൻ. എന്നാൽ അവർ നിസ്കരിക്കുകയല്ലേ, നിസ്കരിക്കുകയും ചെയ്യും. നിസ്കരിക്കുന്നവർക്ക് നാശം, നരകം. അല്ലദീന ഹും അൻ സലാത്തിഹിം സാഹൂൻ. അവർ തങ്ങളുടെ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ അലംഭാവമുള്ള നിസ്കാരക്കാരാണ്. നിസ്കാരത്തിൽ ജാഗ്രതയുള്ള നിസ്കാരക്കാരും അലംഭാവമുള്ള നിസ്കാരക്കാരും തമ്മിലുള്ള അന്തരം ഇവിടെ കാണണം. ജാഗ്രത, നിസ്കാരത്തോട് ജാഗ്രത വേണം. നേരമായാൽ ഇനി നിസ്കരിച്ചിട്ടല്ലാതെ മറ്റൊന്നിലും ഏർപ്പെടാൻ എനിക്ക് അവകാശമില്ലെന്ന ജാഗ്രതയുള്ള നിസ്കാരം. എന്നാൽ അൻ സലാത്തിഹിം സാഹൂൻ, നിസ്കരിക്കാം, സമയമുണ്ടല്ലോ, എപ്പോഴെങ്കിലും ആയാൽ പോരെ എന്ന് കരുതുന്ന അൻ സലാത്തിഹിം സാഹൂൻ ആയവർ, അവരുടെ സ്വഭാവം എന്താ? അല്ലദീനഹും യുറാഊൻ. അവരെന്തെങ്കിലും ചെയ്താൽ ഒന്നും ചെയ്യാത്തവരൊന്നുമല്ല. അവരെന്തെങ്കിലും ചെയ്താൽ നാലാളൊന്ന് കാണണമെന്നേ ഉള്ളൂ, ആളെ കാണിച്ച് എന്തെങ്കിലും ചെയ്യുള്ളൂ. എന്നാൽ വയംനഊനൽ മാഊൻ, ആരും കാണാതെ ഒരു പാവപ്പെട്ടവൻ വന്നിട്ട് അവൻ്റെ എന്തെങ്കിലും ഒരു പ്രയാസം പറഞ്ഞാൽ തിരിഞ്ഞു പോലും നോക്കൂല. ഇങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ടില്ലേ? മകളുടെ കല്യാണത്തിന് കോടികളെറിഞ്ഞ് പകിട കളിക്കുന്ന ആളുകൾ, കോടികളെറിഞ്ഞ് പകിട കളിക്കുന്ന ആളുകൾ. വലിയ കല്യാണം നാട്ടിൽ നടന്ന ആളെ കണ്ടിട്ട് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ അവൻ്റെ ആവശ്യം പറഞ്ഞിട്ട് ആ വീട്ടിലൊന്ന് കയറി ചെന്ന് നോക്കിക്കേ. അവൻ കോടികൾ ചിലവാക്കിയ സ്ഥാനത്ത് 1000 രൂപ എടുത്ത് അവൻ്റെ ആവശ്യത്തിന് വെച്ച് കൊടുക്കുമോ? കൊടുക്കൂല. അപ്പോൾ ഈ ലോകത്ത് ഈ ചെലവ് ചെയ്യുന്നു എന്നതുകൊണ്ട് മാത്രം ഒരാൾ നന്മയുള്ളവനാവില്ല. ഏറ്റവും നീചനും പിശുക്കനുമായ മനുഷ്യൻ പോലും, ഏറ്റവും കെട്ടവൻ, വെറും നീചൻ പിശുക്കനായവൻ പോലും ഇത്തരത്തിൽ തൻ്റെ സ്വന്തം ആവശ്യങ്ങൾക്ക്, ലോകത്തിൻ്റെ അംഗീകാരത്തിന് വേണ്ടി പണം വാരിക്കോരി ചൊരിയും. പക്ഷെ അതൊന്നും റബ്ബിൻ്റെ മുമ്പിൽ നന്മയിൽ വരികയില്ല. നന്മയിൽ വരാൻ ആദ്യം വേണ്ടത് ഈമാനാണ്. ചെയ്യുന്ന പ്രവൃത്തി നോക്കിയിട്ട് മാത്രം നന്മയെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അല്ലാഹ് പറഞ്ഞത് ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബി. നന്മയെന്ന് പറയുന്നത് കിഴക്കോട്ടും പടിഞ്ഞാട്ടും തിരിഞ്ഞു വീഴൽ മാത്രമല്ല, മുഖം കുത്തി വീഴലല്ല. വലക്കിന്നൽ ബിർറ മൻ ആമന ബില്ലാഹ്. നന്മ തുടങ്ങുന്നത് അള്ളാഹുവിലുള്ള വിശ്വാസത്തിലാണ്. നന്മ തുടങ്ങുന്നത് അള്ളാഹുവിലുള്ള വിശ്വാസത്തിലാണ്. അതുകൊണ്ടാണ് വലിയ വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നവർ, ആളുകൾക്ക് വേണ്ടി കക്കൂസ് പണിത് കൊടുക്കുന്നവർ, അങ്ങനെ ചെയ്യുന്നവർ, ഇങ്ങനെ ചെയ്യുന്നവർ എന്നൊക്കെ പറയുന്നവർക്ക് മനുഷ്യരെ കൊല്ലാൻ ഒരു മടിയുമില്ലാത്തത്. മനുഷ്യരെ കൊല്ലാൻ മടിയേതുമില്ല, വെറുപ്പ് വളർത്താൻ മടിയേതുമില്ല, വിഭാഗീയതകൾ ഉണ്ടാക്കാൻ മടിയേതുമില്ല. എങ്ങനെയാണ് അവർ നന്മയുള്ളവരാവുക? അവരിൽ നന്മയില്ല, എന്നിട്ടും അവർ ചിലതൊക്കെ ചെയ്യുന്നു പോൽ. അതാണ് നന്മ തുടങ്ങുന്നത് അള്ളാഹുവിലുള്ള വിശ്വാസത്തിലാണ്. ഈമാനിലെ നന്മയുണ്ടാകുന്നുള്ളൂ. കർമ്മമല്ല നന്മയെ നിയന്ത്രിക്കുന്നത്, ഈമാനാണ്. മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. എന്നിട്ട് പറയുന്നത് എന്താ? പിന്നെന്താ? വആതൽ മാല അലാ ഹുബ്ബിഹി ദവിൽ ഖുർബ. ധനത്തോട് മോഹമുള്ളപ്പോൾ ബന്ധുക്കൾക്ക് അതിൽ നിന്ന് കൊടുക്കണം, പങ്കു കൊടുക്കുന്നവനാ. ചില ആളുകളുണ്ട്, ധനത്തിൻ്റെ ആവശ്യം ഇല്ലാതാകുമ്പോൾ അങ്ങോട്ട് കൊടുക്കും. പക്ഷേ നന്മയുടെ ഗണത്തിൽ അത് 1% പോലും പെടില്ല. ബാങ്ക് ബാലൻസ് ഭദ്രമാണ്, ലോക്കറിലെല്ലാം ഫിറ്റ്, എല്ലാം സെക്യൂർഡാണ്, ആവശ്യങ്ങളെല്ലാം തീർന്നു, പിന്നെ ഒരു സംതിങ് കൊടുത്തേക്കാം. നന്മയിൽ അത് വരില്ലേ, ഇല്ലേ ഇല്ല. ആത്തൽ മാല അലാ ഹുബ്ബിഹി. ധനത്തിൻ്റെ ആവശ്യം തനിക്കുണ്ട്, പണം കിട്ടിയാൽ എൻ്റെ ഇന്ന ആവശ്യങ്ങൾ നടക്കാനുണ്ടെന്നറിയുമ്പോൾ അഹുബ്ബിഹി. നന്മയെ അല്ലാഹു തആല പരിചയപ്പെടുത്തിയത് ആത്തൽ മാല, ധനം കൊടുത്തു എന്നല്ല. ധനത്തോട് കൊതിയുള്ളപ്പോൾ ധനം കൊടുത്താലേ നന്മ വരുള്ളൂ. ധനക്കൊതി അവസാനിച്ചവൻ്റെ ധനം കൊടുക്കൽ നന്മയേ അല്ല. അതുകൊണ്ടാണ് മരണാസന്നനായവൻ വസിയ്യത്ത് ചെയ്താൽ അത് നന്മയിൽപ്പെടില്ലെന്ന് റസൂലുള്ളാഹി പറഞ്ഞത്. വസിയ്യത്ത് തൻ്റെ ധനത്തിൻ്റെ 1/3 പിന്നെ ബാക്കി സാധുവാകുള്ളൂ. 2/3 സ്വന്തം ധനമാണ്. മരണാസന്നനായി കിടക്കുന്നവന് തൻ്റെ ധനത്തിൻ്റെ 1/3 വസിയ്യത്ത് ചെയ്താൽ വസിയ്യത്താവുള്ളൂ. അവൻ്റെ ധനമാണെന്നുള്ളത് കൊണ്ട് 1/3 പറഞ്ഞു, 2/3 തൊട്ടുകൂടാ പിന്നെ അവന്. കാരണം ആവശ്യം കഴിഞ്ഞ് തനിക്കിനി പണം വേണ്ടാതായിട്ട് പള്ളിക്കും മദ്രസയ്ക്കും വേണ്ടി കൊടുത്തേക്കാൻ തീരുമാനം, ഞാൻ ചത്തിട്ട് ഇതെല്ലാം പള്ളിക്കാ, എല്ലാം മദ്രസയ്ക്കാ എന്ന് പറയുന്നത് നന്മയേ അല്ല, അള്ളാഹുവിൻ്റെ മുമ്പിൽ നന്മയാവൂല. അപ്പോൾ അള്ളാഹു താല നമ്മളോട് പറഞ്ഞതെന്താ? ഈ നന്മ എന്ന് പറയുന്നത്
ആത്തൽ മാൽ, ധനത്തോട് ബന്ധപ്പെട്ട് തന്നെയാണ്. ധനത്തോടുള്ള നമ്മുടെ സമീപനത്തോട് ബന്ധപ്പെട്ട് തന്നെയാണ് നന്മ നിൽക്കുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത്, അവൻ ഞാൻ വാരിക്കോരി ചെലവാക്കിയില്ലേ എന്ന് ചോദിക്കുന്നു. അങ്ങനെ ധനവ്യയത്തിൻ്റെ ധൂർത്തിൻ്റെ പര്യായങ്ങളായ തിന്മയുടെ ഒരു പറ്റം ആളുകളുണ്ട് ഇവിടെ, പണം ചെലവാക്കുന്നുണ്ട്. അത് നന്മയുടെ അടയാളമല്ല, തിന്മയുടെ മൂർത്തികളാണവർ. അതിനുശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനം വശഫത്തൈൻ വഹദൈനാഹു നജ്ദൈൻ ഫലഖ്തഹമൽ അഖബ. അവൻ മലമ്പാത താണ്ടാൻ തയ്യാറല്ലല്ലോ എന്ന്. ഇവിടെ എന്താ മലമ്പാത എന്ന് സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ ഒരു സംശയം വരും. ഇവിടെ മല, ഇവ പറഞ്ഞു പോകുന്നിടത്ത് മലമ്പാത എവിടെയില്ലല്ലോ. പക്ഷെ മലമ്പാത എന്ന് പറയുന്നത് മനുഷ്യ മനസ്സിൻ്റെ മുമ്പിൽ മറയായി നിൽക്കുന്ന ചില ദുർഘടങ്ങളെയാണ് അല്ലാഹു തആല മലമ്പാത എന്ന് ഉദ്ദേശിച്ചത്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞുവല്ലോ, അത് പറഞ്ഞെന്ന് തോന്നുന്നു. വലിയ വലിയ ഉയരങ്ങളിലേക്ക്, ഊട്ടിയിലേക്കൊക്കെ പോകുമ്പോൾ മലമ്പാത താണ്ടണം. ഉയരേക്ക് പോകണമെങ്കിൽ മലമ്പാത താണ്ടിപ്പോകണം. അത് പ്രയാസമാണെന്ന് വിചാരിച്ചാൽ ലക്ഷ്യത്തിലെത്തൂല. ഇതുപോലെ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഔന്നത്യങ്ങളെ പ്രാപിക്കാൻ, ഒരു മനുഷ്യൻ നന്മ നിറഞ്ഞവനാകാൻ, അവൻ എത്തേണ്ടിടത്തെത്താൻ, അതിനു വേണ്ടിയാണല്ലോ ഈ ജീവിതം തന്നെ തന്നേക്കണേ. മനുഷ്യൻ്റെ മനസ്സിനെ ഉന്നതിയുടെ പരകോടിയിലെത്തിച്ച് ഉയരാവുന്നിടത്തോളം ഉയർത്തി. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മനുഷ്യൻ്റെ മനസ്സുകൾ എത്ര വിധാനങ്ങളാണെന്ന് നിങ്ങൾ അറിയണം. മനുഷ്യൻ്റെ പരലോകത്തിൽ മനുഷ്യന് 100 ദറജാത്തുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 100 ദറജകൾ. അവൻ്റെ മാനസികാവസ്ഥയ്ക്കനുസരിച്ച് 100 പദവികളുണ്ട്. ഓരോ പദവികൾക്കിടയിലും ആകാശഭൂമികൾക്കിടയിലും അന്തരമുണ്ട്. നേരത്തെ അവിടെ ഞാൻ പറഞ്ഞത്, ആള് കണ്ടാലും കൊടുക്കൂല 10 കാശെന്ന് പറയുന്നവൻ. ചില ആളുകളുണ്ട് ആള് കണ്ടാൽ കൊടുക്കൂന്ന് പറയുന്നവൻ. വേറെ ചില ആളുകളുണ്ട് ആള് കാണണമെന്ന് ആഗ്രഹിക്കാതെ കൊടുക്കുന്നവർ. വേറെ ചില ആളുകളുണ്ട് കൊടുത്തത് 4 ആൾ അറിഞ്ഞു പോകരുതെന്ന് നിർബന്ധമുള്ളവർ. ഇതൊക്കെ ഈ ധനവ്യയത്തിൻ്റെ തലത്തിൽ തന്നെ മനുഷ്യൻ്റെ മാനസികാവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും പല സുഹൃത്തുക്കളും ചിലപ്പോഴൊക്കെ ദാനത്തിന് വേണ്ടി പല വസ്തുക്കളായിട്ടും അതുപോലെ തന്നെ പൈസയായിട്ടും ഒക്കെ കൊണ്ടുവന്ന് ഏൽപ്പിക്കുകയും ഇന്നയാൾക്ക് ചെയ്തോളാനൊക്കെ പറയുകയും ചെയ്യുമ്പോൾ ചില ആളുകൾ പറയും, ഞാനിത് തന്നു എന്ന് ആരോടും പറഞ്ഞു പോകരുതെന്ന്. ആകെപ്പാടെ ഒരു വാണിങ് പോലെയാണ് പറയുക, ആരോടും പറഞ്ഞു പോകരുത്. മനസ്സിലായില്ലേ? ഇങ്ങനെ എത്രയോ ആളുകൾ. അപ്പോൾ മനുഷ്യൻ്റെ മനസ്സെത്ര വിധമാണ്, മനുഷ്യൻ്റെ മനസ്സെത്ര വിധമാണ് സഹോദരങ്ങളെ. ഈ മാനസികാവസ്ഥയിൽ നമുക്ക് എവിടം വരെ എത്താമെന്നുള്ളതാണ് ഈ ലോക പരീക്ഷണത്തിൻ്റെ അർത്ഥം. ഇതിനെല്ലാം ആധാരമായി വർത്തിക്കുന്നത് ധനമാണ്. ധൂർത്തിൻ്റെ മൂർത്തികൾ ഒരു വശത്ത്, മറുവശത്ത് ആരും അറിയണ്ടെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അല്ലാഹു തന്നത് തൻ്റെ സഹോദരങ്ങൾക്ക്. അല്ലാഹു പറയുകയാണ്, എന്താണ് ഈ മലമ്പാത താണ്ടലെന്നറിയാമോ? ഇത് ഇത്തിരി മലമ്പാതയാ. കയ്യിൽ കൈ നിറയെ കാശുണ്ടായതുകൊണ്ട് ഈ മലമ്പാത താണ്ടാനാവില്ല. 10,000 കോടിയുള്ള മുതലാളി ആയതുകൊണ്ട് ഈ മലമ്പാത താണ്ടിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. ഇതൊരു മലമ്പാതയാണ്. അവൻ്റെ മുമ്പിൽ വലിയ മതിലുയർത്തി നിൽക്കുന്ന ദുർഘടമായൊരു പാത. ഫലഖ്തഹമൽ അഖബ. എന്നിട്ട് പറയുന്ന എന്താ സാധന? ഫക്കു റഖബ, അടിമയെ മോചിപ്പിക്കലാണത്രേ. മലമ്പാതയും അടിമയെ മോചിപ്പിക്കലും തമ്മിൽ എന്താ ബന്ധം? അതേ, സ്വർഗീയതയുടെ അത്യുന്നതങ്ങളിലേക്ക് കയറിപ്പോയി പടച്ച റബ്ബുരാൻ്റെ അർശിൻ്റെ വലംഭാഗത്ത് ഇടം പിടിക്കാൻ വേണ്ടി അല്ലാഹു തആല തന്നിരിക്കുന്ന ജീവിതം എന്ന സുവർണാവസരത്തെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് മുമ്പിൽ തടസ്സം നിൽക്കുന്ന മലമ്പാതയാണത്. ആ മലമ്പാതയെ കീറി മുറിക്കേണ്ടത് ഫഖു റഖബ, അടിമയെ മോചിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ്. അടിമകളെ മോചിപ്പിക്കുക, അടിമകൾ മോചിപ്പിക്കപ്പെടുക എന്ന് പറയുന്നതിന് ദീനിൽ വലിയ സ്ഥാനമാണ്. അടിമകളെ മോചിപ്പിക്കുക എന്ന് പറയുന്നതിന് ദീനിൽ വലിയ സ്ഥാനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടിമകളെ മോചിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ അഅതഖ റഖബതൻ മുഅ്മിന, ആരെങ്കിലും ഒരു വിശ്വാസിയായ ഒരു മനുഷ്യനെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ചാൽ, അഅതഖല്ലാഹു ബികുല്ലി ഇർബിൻ മിൻഹാ ഇർബൻ മിൻഹു മിനന്നാർ, അവൻ്റെ ഓരോ അവയവത്തിന് പകരവും അവനെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. റസൂലുള്ളാഹി പറഞ്ഞു, വഇന്നഹു ലയുതിഖു ബിൽ യദിൽ യദ, കൈക്ക് പകരം കയ്യെ മോചിപ്പിച്ചു കൊടുക്കും അല്ലാഹ്. ഒരടിമയെ മോചിപ്പിക്കുമ്പോൾ അവൻ്റെ കൈക്ക് പകരം കയ്യെ മോചിപ്പിക്കും. ഒബിൽ റജുലിർ റിജിലി റിജില, കാലിന് പകരം കാലിനെ. ഒബിൽ ഫർജിൽ ഫർജ, ജനനേന്ദ്രിയത്തിന് പകരം ജനനേന്ദ്രിയത്തെ എന്ന് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ സഈദ് റളിയല്ലാഹു തആല അൻഹു
പറയുകയാണ്, അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് ചെയ്യുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇത് നിങ്ങൾ നബിയിൽ നിന്ന് കേട്ടതാണോ? അദ്ദേഹം പറഞ്ഞു, അതെ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് കേട്ടതാ. ഇത് കേട്ട മാത്രയിൽ അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു ലിഗുലാമിൻ ലഹു അഫ്റഹ ഗിൽമാനിഹി, ഏറ്റവും വിലകുടി പിടിപ്പുള്ള തൻ്റെ അടിമയെ വിളിച്ചു വരുത്തി, ഉദ്ഉ മുത്തറഫ, മുത്തറഫിനെ വിളിക്കൂ എന്ന് പറഞ്ഞു. ഫലമ്മ ഖാമ ബൈനയദൈ, മുമ്പിൽ വന്നതേ പറഞ്ഞു, ഇദ്ഹബ് ഫഅന്ത ഹുർറും ലിവജ്ഹില്ലാ, നീ പോയിക്കോ, അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി നീ മോചിതനാണ്. അന്ന് അദ്ദേഹത്തിന് ആ അടിമയ്ക്ക് 10,000 ദിർഹം വില കിട്ടുമായിരുന്നത്രേ. ഇങ്ങനെ അടിമയെ മോചിപ്പിച്ചുകൊണ്ട് വേണം ഈ ഉന്നതങ്ങൾ താണ്ടാൻ, ഈ മലമ്പാത താണ്ടാൻ. വലിയ ഒരു ഔന്നത്യത്തിലേക്ക് ഉയർന്നു പറക്കേണ്ടുന്ന ഒരു മനസ്സാണിത്. ആ മനസ്സിനെ ഉയർത്തി തന്നെ നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ അത് ചെയ്യണം. ഫക്കുറഖബ ഔ ഇത്ആമും ഫീ യൗമിൻ ദീ മസ്ഖബ, അല്ലാഹു പറയുകയാണ്, ഔ ഇത്ആമും ഫീ യൗമിൻ ദീ മസ്ഖബ, വളരെ കഷ്ടപ്പാടുള്ള ഞെരുക്കമുള്ള നാളുകളിൽ, വറുതിയും കെടുതിയുമുള്ള നാളുകളിൽ അഗതിക്ക് അന്നം കൊടുക്കുന്നവനാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ, നേരത്തെ പറഞ്ഞത് വാത്തൽ മാല അല ഹുബ്ബിഹി ദവിൽ ഖുർബ, പണത്തിന് ഇഷ്ടമുള്ളപ്പോൾ, പണത്തോട് ഇഷ്ടമുള്ളപ്പോൾ, ആവശ്യമുള്ളപ്പോൾ പണം ചെലവാക്കുന്നവൻ. പണം ചെലവാക്കുന്നവൻ നന്മയുള്ളവനല്ല. പണം വേണ്ടപ്പോൾ, തനിക്ക് വേണ്ടപ്പോൾ പണം കൊടുത്താൽ. ഇവിടെ എന്താ പറഞ്ഞത്? കെടുതിയുടെ നാളുകളിൽ ആളുകൾക്ക് അന്നം കൊടുക്കുന്നവൻ. തൻ്റെ കയ്യിലിരിക്കുന്ന അന്നം തീർന്നു പോകും, ക്ഷാമമുണ്ട്, കെടുതിയുണ്ടെന്നറിയുമ്പോൾ അന്നം കൊടുക്കുന്നവൻ. അന്നം കൊടുക്കാന്നല്ലോ പറഞ്ഞേ, കെടുതി ഉള്ളപ്പോൾ അന്നം കൊടുക്കണം. ഇതേ നന്മയാവുള്ളൂ. അള്ളാഹുവിൽ നിന്ന് തിരിച്ച് പ്രതീക്ഷിക്കുന്ന നന്മ എല്ലാം, എൻ്റെ കാര്യം സുഭിക്ഷമാണ്, കൊടുത്തേക്കാം, ഇതുപോലും നന്മയാവില്ല. അഖബ, ഔന്നത്യം താണ്ടണമെങ്കിൽ, മലമ്പാത താണ്ടി ഉന്നതിയെ പ്രാപിക്കണമെങ്കിൽ ഈ തരത്തിൽ അടിമയെ മോചിപ്പിക്കണം. അടിമയെ മോചിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ല ദാനം എന്ന് അബൂ ഹനീഫ റഹിമഹുല്ല പറഞ്ഞു. കാരണം അതാണല്ലോ അള്ളാഹ് ആദ്യം പറഞ്ഞത്. നമ്മൾ ഇന്ന് അടിമയെ മോചിപ്പിക്കാൻ പോകുമ്പോൾ നമ്മുടെ മുമ്പിൽ സാധാരണ അടിമയില്ല. കടക്കണിയിൽ പെട്ടുപോയ അടിമപ്പെട്ടവനുണ്ട്, ദാരിദ്ര്യത്തിൻ്റെ അടിമകളുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് രോഗത്തിൻ്റെ അടിമകളുണ്ട്. തനിക്ക് സ്വയം മോചിതനാകാത്ത അവരെയൊക്കെ മോചിപ്പിക്കലും ഇതിൽ വരും. ഇന്നത്തെ നിലയ്ക്ക് നമുക്കത് സാധ്യമാണ്. അതുകൊണ്ട് സ്വന്തം നിലയ്ക്ക് ഫഖ്റഖബ, പൂർണ്ണമായി മോചിപ്പിക്കുക, അല്ലെങ്കിൽ മോചനത്തിൽ പങ്കുചേരുക, അത് രണ്ടുമുണ്ട്. മോചനത്തിൽ പങ്കുചേരുക വലിയ നന്മയാണ്. ആ ഉന്നത്യം ആഗ്രഹിക്കുന്നെങ്കിൽ അത് വേണം. വയുത്ആമും ഫീ യൗമിൻ ദീ മസ്ഖബ, കെടുതി ഉള്ളപ്പോൾ കയ്യിലിരിക്കുന്ന ഭക്ഷണം കൊടുക്കണം. നന്മ വരുന്നത് അങ്ങനെയാ. എല്ലാ ആവശ്യങ്ങളും തികഞ്ഞിട്ട് ഞാൻ നന്മ ചെയ്യാൻ കാത്തിരിക്കുക, വരട്ടെ, ഞാൻ മുഖ്യമന്ത്രിയാകട്ടെ, നാടിൻ്റെ ദാരിദ്ര്യം തുടച്ചു നിൽക്കുമെന്നൊക്കെ എല്ലാവരുടെയും മനസ്സിൽ മോഹമുണ്ട്. മനസ്സിലായില്ലേ? ഞാൻ മുഖ്യമന്ത്രി ആയാൽ ഒട്ടാകുകയില്ല, ഒന്നുണ്ടാകുകയില്ല, ആയവരൊന്നോട്ട് ചെയ്തിട്ടുമില്ല. അപ്പോൾ വെറുതെ വ്യാമോഹങ്ങളെ വെച്ച് പുലർത്തി ഞാൻ എന്തൊക്കെയാകുമെന്ന് കരുതിയിരിക്കുന്നതിന് പകരം അല്ലെങ്കിൽ ബന്ധുത്വമുള്ള അനാഥയ്ക്ക് അവന് ഭക്ഷണം കൊടുക്കുന്നവനാണ്. ബന്ധുത്വമുള്ള അനാഥയെ പരിഗണിക്കണം. അനാഥയെ പരിഗണിക്കുന്നതിനെ കുറിച്ചൊക്കെ ഹദീസിൽ വന്നിരിക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. അങ്ങോട്ടൊക്കെ വിശദമായി പോകാൻ സമയമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, അനാഥയെ പരിഗണിക്കുന്നവൻ നന്മയുള്ളവനാണ്. അവൻ്റെ മനസ്സിൻ്റെ കാഠിന്യം മാറും. മനസ്സ് കഠിനമായെന്ന പരാതിയുമായി ചിലർ വന്നു. ചില ആളുകൾ കൊണ്ട് ഇന്നുകൊണ്ട്, നല്ല മനുഷ്യർക്ക് അങ്ങനെ ഉണ്ട്, മനസ്സിന് ഭയങ്കര ദേഷ്യമാണ്. അങ്ങനെയാണ് നമ്മുടെ ആളുകൾ പറയാറുള്ളത്. സാധാരണ പലപ്പോഴും വന്ന് പറയാറുണ്ട്, ഭയങ്കര ദേഷ്യമാണ്, അതുകൊണ്ട് വീട്ടിൽ പ്രശ്നങ്ങളാണ്, സാധനം ദ്വാരക്കണം. അത് തിരിച്ചറിയാനെങ്കിലും ആകണം നമുക്ക്. മനസ്സുന്നതമാകണമെങ്കിൽ ഇതൊരു പ്രശ്നമാണ്. ദേഷ്യത്തെ മറികടക്കാനാവണം. ചില ആളുകളുണ്ട്, വീട്ടിൽ പ്രശ്നമാണ്. ചില ഭാര്യമാർ, ചില വീട്ടിലുള്ളവർ നമ്മളോട് പറയും, ഉസ്താദേ, ഈ കാണുന്ന ചിരിയൊന്നും വീട്ടിൽ വരുമ്പോൾ ഇല്ല കേട്ടോ. ചില ആളുകളെക്കുറിച്ച് അങ്ങനെ പറയുന്നവരെ കേട്ടിട്ടുണ്ട്. വീട്ടിൽ നമുക്കങ്ങനെ ആകാൻ പറ്റുന്നില്ല. മനസ്സ് കഠിനമാകുന്നുപോൽ കഠിനമാകുന്നത് പരിഹരിക്കാൻ അനാഥയെ പരിഗണിച്ച് നോക്കാൻ റസൂലുള്ളാഹി റഅസൽ യതീം ഷക്കാ ഖസ്വത ഖൽബിഹി, ഹൃദയം കടുത്തുപോയെന്ന് പരാതി പറഞ്ഞവരോട്, ഇല്ലേ, നമുക്കും പരാതി ഇല്ലെങ്കിൽ നമ്മുടെ കാര്യം കഷ്ടമെന്നേ പറയാനുള്ളൂ. മനസ്സ് കടുത്തു പോയിട്ടുണ്ട്, എനിക്കെൻ്റെ വീട്ടിലുള്ളവരുടെ പോലും സ്നേഹം പിടിച്ചു പറ്റാനാവുന്നില്ലെന്ന്
എൻ്റെ പ്രിയങ്കരരെ എന്നിൽ നിന്ന് അകന്നു പോകുന്നുവെന്ന്, എൻ്റെ സ്വഭാവം കാരണമായെന്നൊരു തിരിച്ചറിവ് പോലും നമുക്കില്ലെങ്കിൽ പിന്നെ നമ്മെക്കുറിച്ചൊന്നും പറയാനില്ല. ഇംസഹർ അസൽ യത്തീം, അനാഥയുടെ ശിരസ് തലോടുക മുഹമ്മദ് റസൂലുള്ള. ഒന്ന് ചെയ്തു നോക്കിയേ, നിൻ്റെ മനസ്സ് ആർദ്രമാകുന്നത് കാണാമെന്ന്. മരുന്നാണ് ഇതിന്, വേറൊരു മരുന്ന് എവിടെ പോയാലും കിട്ടൂല, ഒരു സൈക്യാട്രിസ്റ്റും പറഞ്ഞു കൊടുക്കൂല. അനാഥയുടെ ശിരസ് ഒന്ന് തലോടി നോക്കാം. പണി വല്ലതും ഉണ്ടോ? ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ അനാഥ പിള്ളേരാ നാട്ടിൽ നിന്നുണ്ട്, എത്തിയും പിള്ളേരെ അറിയായിരുന്നു. കണ്ടു കഴിഞ്ഞിട്ട് മക്കളെ എന്ന് വിളിച്ചിട്ടൊന്ന് തലോടും. വീട്ടിലെങ്ങനെയുണ്ട്, സുഖമാണോ, ഉമ്മയൊക്കെ സുഖമായിരിക്കുന്നു, ചുമ്മാ ചോദിക്കൂലേ. അങ്ങനെ ചോദിക്കുന്നവൻ്റെ മനസ്സ് ആർദ്രമാകും, അവൻ്റെ ദേഷ്യം മാറും, അവൻ്റെ വീട്ടിൽ അവൻ്റെ ഭാര്യ വെറുക്കില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സന്തോഷം ജീവിതത്തിൻ്റെ മേഖലകളിൽ നിറയും. ഇംസഹ് റഅസൽ യതീം വഅത്ഇമുൽ മിസ്കീൻ, അഗതിക്ക് അന്നം കൊടുക്ക്. അഗതിയാണെന്ന് അറിഞ്ഞവൻ ആരും അറിയാതെ പോയി ബിരിയാണി കഴിച്ചോളാം പറഞ്ഞൊരു 100 രൂപ എടുത്തു കൊടുക്ക്. നിൻ്റെ മനസ്സിൽ നിൻ്റെ ദേഷ്യവും കുശുമ്പും കുന്നായ്മയും വെറുപ്പും കാഠിന്യവും മാറും. ഇതൊക്കെ മനുഷ്യ മനസ്സുകളെ ഉന്നതങ്ങളിലേക്ക് എത്തിക്കാൻ, അതെത്തിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ ഭരണാധികാരികളൊക്കെ എവിടം വരെ എത്തി നിൽക്കുക. പാതാള കുഴിയിലാണ് അവരുടെ മാനസികാവസ്ഥ നിൽക്കുന്നത്. കൊന്നും കൊല്ലിച്ചും കൊലവിളിച്ചും ലോകത്ത് അസമാധാനം വിതയ്ക്കുന്ന ഈ പിശാചുക്കൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഈ ദുർഘടം താണ്ടാൻ വേണ്ടി വെച്ചിരിക്കുന്ന വളരെ ലളിതമായ ഈ വഴികളുമായി സമീപിക്കാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ മണ്ണ് പറ്റിപ്പോയ, തറ പറ്റിപ്പോയ സാധുവിന് നിന്റെ കയ്യിലുള്ള ധനം കൊടുക്കുക. ഇതൊക്കെയാണ് ദുർഘടം താണ്ടാൻ. ഇത് വലിയ മലയുടെ കാര്യം പറഞ്ഞിട്ട് മലമറിക്കാനുള്ള വിദ്യകളായി പറഞ്ഞു തരുന്നേ. വലിയൊരു മല, ആ മലമറിക്കാനുള്ള വഴികൾ, ഇതാണ് മലമറിക്കാനുള്ള വഴികൾ. നമ്മുടെ മുമ്പിൽ ഒരുപാട് ദുർഘടങ്ങളുണ്ട്, താണ്ടാനാവാത്ത, മറികടക്കാനാവാത്ത. ആ മലമറിക്കാനുള്ള വിദ്യകളാണ്. അടിമയെ മോചിപ്പിക്ക്, അഗതിക്ക് അന്നം കൊടുക്ക്, അനാഥയെ പരിഗണിക്ക്, തറ പറ്റിപ്പോയ, മണ്ണ് പുരണ്ടുപോയ നിന്റെ ബന്ധുവിനെ നീ പരിഗണിക്കവനെ കാണ്. എത്ര പേരുണ്ട് കുടുംബങ്ങളിൽ? സഹോദരങ്ങളെ, ഇങ്ങനെയൊക്കെ ചെയ്യാനാണ് ജീവിതം. ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇതെല്ലാം ഒറ്റയ്ക്ക് ചെയ്തിട്ടങ്ങ് ഇരുന്നാ പോരാട്ടോ. ഇതൊക്കെ ഒറ്റയ്ക്ക് ചില ആളുകൾ ചെയ്യും, പോരാ. സുമ്മക്കാന, ഇതെല്ലാം ചെയ്തിട്ടവൻ വിശ്വാസികളുടെ കൂട്ടത്തിൽ പോയി ചേരുകയും ചെയ്തു. ഒരു സംഘമായവൻ നിന്നു. മനസ്സിലായില്ലേ? ഒറ്റയ്ക്ക് ചെയ്തിട്ട് ഞാൻ മിടുക്കനാ, ഞാൻ ഈ നാട്ടിൽ എന്നെപ്പോലെ ഇനി വേറെ ആരുമില്ല എന്ന് സ്വയം മേനി നടിച്ച് നിൽക്കുകയല്ല. ഇങ്ങനെ ചെയ്യുന്ന ആളുകളുടെ ഒരു കൂട്ടം സൃഷ്ടിച്ച് ഇതൊരു സമൂഹത്തിൻ്റെ സ്വഭാവമാക്കി മാറ്റി. അങ്ങനെ ആയാൽ അവൻ ഉന്നതങ്ങളെ പ്രാപിച്ചു. മലമ്പാത താണ്ടി അവൻ മല മറിച്ചു നന്മകൾ കൊണ്ട്. അവൻ ഈ രംഗത്ത് ഒരുപാട് പ്രയാസങ്ങൾ വരും, പരീക്ഷണങ്ങൾ വരും. ഒറ്റയ്ക്ക് നേരിടാൻ പറ്റൂല. അപ്പം ക്ഷമ കൊണ്ടും കരുണ കൊണ്ടും അന്യോന്യം ഉപദേശിക്കേണ്ടി വരും. സ്വയം ക്ഷമിക്കാനായെന്ന് വരില്ല, സ്വന്തമായി കാരുണ്യം വേണ്ടത്ര അളവിൽ ഉണ്ടായെന്ന് വരില്ല. ചിലപ്പോൾ ദേഷ്യമൊക്കെ വരും. അപ്പോൾ കൂടിച്ചേർന്ന് അന്യോന്യം നന്മ കൊണ്ടും കാരുണ്യം കൊണ്ടും ഉപദേശിക്കുകയും ചെയ്യുക. ഒരുത്തൻ നന്മ ചെയ്താൽ പോരാ, നന്മ ചെയ്യുന്ന മനുഷ്യരുടെ കൂടെ കൂടണം. നിസ്കരിച്ചാൽ പോരാ, ജമാഅത്തായി വന്ന് നിസ്കരിക്കണം. ഒരു പള്ളിയിൽ നടക്കുന്ന കാര്യങ്ങളോട് ഒരുപോലെ കൂടണം, അല്ലാതെ അതിൽ നിന്ന് ഒറ്റപ്പെട്ട് നിൽക്കരുത്. മനസ്സിലായില്ലേ? ഒറ്റപ്പെട്ട് നിൽക്കുന്നവൻ നന്മ നഷ്ടപ്പെട്ടു പോയി. സുമ്മക്കാന മിനല്ലദീന ആമനു, കൂട്ടത്തിൽ കൂടണം. കൊച്ചു അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും കൂട്ടമായി ചെയ്യുന്നതിൻ്റെ കൂടെ നിൽക്കലാണ് ഈമാൻ്റെ അടയാളം. അവിടെയേ നന്മയുള്ളൂ. ഒറ്റപ്പെട്ട് നിൽക്കുന്ന അഹങ്കാരികളെ അള്ളാഹു അശേഷം പരിഗണിക്കില്ല. അതുകൊണ്ട് സുമ്മക്കാന മിനല്ലദീന ആമനു, എന്നിട്ട് നന്മ കൊണ്ടും കാരുണ്യം കൊണ്ടും ഉപദേശിച്ച് അന്യോന്യോപദേശത്തിലൂടെ അവൻ ഒരു വലിയ സംഘശക്തിയായി നിലനിൽക്കണം. എങ്കിൽ അവൻ ഉന്നതങ്ങൾ പ്രാപിക്കും, അവൻ്റെ ലക്ഷ്യം നേടുമെന്നാണ് ഈ സൂറ പറയുന്നത്. അല്ലാഹു മനസ്സിലാക്കി ജീവിതത്തെ അതിനനുസരിച്ച് രൂപപ്പെടുത്താൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് തരുമാറാകട്ടെ.